ഹായ് ഫ്രണ്ട്സ്, വീട്ടുവിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, നമ്മുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലില്ലാത്ത ഒരു പീസ് നോക്കിയിട്ട് ഒരു കുഞ്ഞൊരു പാത്രത്തിൽ ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ, ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് എല്ലിന് മാറ്റി വയ്ക്കും കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയുടെ അരി കുറച്ച് എപ്പോഴും കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും. ഇതുപോലെ പിള്ളേർക്കൊക്കെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ രാത്രിയിലാണ് മിക്കതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ, അധികം പണിയൊന്നും വേണ്ടല്ലോ. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അന്നത്തെ ദിവസമേ നമുക്ക് എന്താ പറയുക ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഒരുപാട് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്, അധികം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് അപ്പോൾ ബിരിയാണിയായി. അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് തന്നെയാണ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആ ഒരു ചോറിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചതിന് തണവൊക്കെ മാറിയപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി. ഇനി അതിൽ നമ്മൾ കുറച്ച് അധികമൊന്നുമില്ല കേട്ടോ, നമ്മൾ മസാലയും കാര്യങ്ങളൊന്നും അധികം ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഒരു ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ സവാളയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ സവാള ഒരു 4 പിന്നെ 2 തക്കാളിയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുണ്ടായാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നല്ലപോലെ അരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാരാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കുക്കറിലാണ് നമ്മൾ വഴറ്റുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വേറെ പാത്രമൊന്നും എടുക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇരുന്നിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. സവാള വറുത്തിടുന്നതും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഒരാൾ പാൽപ്പൊടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ പശുവൊക്കെ പോയപ്പോൾ പിന്നെ പാലിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ഇതാ നമ്മളുടെ ചിക്കനൊക്കെ ഞാൻ അതിലിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ വെന്ത് മാതിരിയല്ല, ചിക്കൻ അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയ ഒരു മസാലയൊക്കെ പിടിച്ചപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി അതിൽ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടോട് കൂടിയിട്ട് അതിന് ശേഷം ഇനി നമ്മൾ ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പുണ്ടല്ലോ, അത് നമ്മൾ ഒരു വെള്ളത്തിൽ കലക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ ഒരു 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലപോലെ കിട്ടാറുണ്ട്, ഫ്ലോപ്പൊന്നും ആവാറില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്ത് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അത് ഒന്ന് മൂടി വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ എയർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ എയർ പോയി എന്ന് കണ്ടപ്പോൾ നമ്മളത് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തുറന്നു കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാറി കഴിയുമ്പോഴാണ് നമ്മളത് നമ്മുടെ ചോറൊന്ന് എന്താ പറയുക വിട്ട് വരിക. അല്ലെങ്കിൽ നമുക്ക് വേവ് കൂടിയതൊക്കെ തോന്നും. പക്ഷേ വേറൊരു പാത്രത്തിലേക്ക് മാറി ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ അച്ഛൻ്റെയും അമ്മയും ഭക്ഷണം കഴിക്കണ നേരമാണ്. അപ്പോൾ അവരോട് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിള്ളേരെന്നെ പഠിപ്പിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞങ്ങളിതാ കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ
ഇതിന് ബിരിയാണിന്നോ അല്ലെങ്കിൽ പുലാവ് എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം, അവർക്ക് ഇഷ്ടാവും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.